സർ, പുരുഷന്മാരെ മതം മാറ്റുന്ന ഒരു സംഘത്തെക്കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു എന്ന് പറഞ്ഞാൽ ഹിന്ദു പുരുഷന്മാരെ അങ്ങനെ എടുത്തു പറയണം അല്ലേ? പിന്നല്ലാതെ ലവ് ജിഹാദിന്റെ മറ്റൊരു വേർഷനായി മാറില്ലേ അപ്പോൾ അത്? അതെ. അപ്പൊ കാരണം എന്താ കേരളത്തിലൊക്കെ വെച്ചാൽ നേരത്തെ ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഹിന്ദു പെൺകുട്ടികളെ വശീകരിച്ച് പ്രണയമൊക്കെ നടിച്ചിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവരിക, പലയിടത്തും കൊണ്ടുപോയിട്ട് അങ്ങനെയായിരുന്നല്ലോ അതെ. ലവ് ജിഹാദ്. ഇതിപ്പോ ലവ് ജിഹാദ് 2.0 എന്നറിയപ്പെടുന്ന ഒരു പരിപാടി. ഉത്തർപ്രദേശിൽ ബറേലി ജില്ല, ബറേലി ഗാങ് എന്നാണ് അറിയപ്പെടുന്നത്. ബറേലി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഈ ഗാങ്, അതിലെ 4 പേരാണ് ഗാങ്. ഒരാൾ ഒളിവിലാണ്, 4 പേരെ പിടിച്ചിട്ടുണ്ട്. ഇവർക്ക് നെറ്റ്വർക്കിംഗ് ഉണ്ട് 14 സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ. അതിൽ കേരളവും ഉണ്ടാകാം. അത് കൂടുതൽ അന്വേഷണം നടക്കുന്നു. കേരളം അതിൽ നിന്ന് ഒഴിവാവില്ലല്ലോ. ലവ് ജിഹാദിനൊക്കെ പ്രധാനപ്പെട്ട വളക്കൂറുള്ള മണ്ണല്ലേ. പിന്നെ 20 നഗരങ്ങളിലും ഇവർക്ക് നെറ്റ്വർക്കിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇവർ സാധാരണ ഈ അത്യാവശ്യം ദുർബലരായ ഹിന്ദുക്കൾ എന്ന് പറയാമല്ലോ. ഇതിൻ്റെ അകത്ത് ഒരു ഉദാഹരണം, ഈ അന്ധനായ ഒരു അധ്യാപകൻ, അയാൾ വിവാഹമോചിതനാണ്. അപ്പോൾ അയാൾക്ക് ഒരു ഭാര്യയെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ ഇങ്ങനത്തെ ഈ വിവാഹമോചിതരുണ്ടല്ലോ, അങ്ങനത്തെ ആളുകളെ ഒക്കെ ആകർഷിക്കുക. വിദ്യാർത്ഥികളുണ്ടല്ലോ, വിദ്യാർത്ഥികൾക്ക് മയക്കുമരുന്ന് കൊടുക്കുക. ഇങ്ങനെ പല തരത്തിലാണ് ഇത് ആകർഷിക്കുന്നത് ഇവര്. അപ്പോൾ ജൂലൈയിൽ ഈ ചെങ്കൂർ ബാബ എന്ന് പറഞ്ഞ ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നില്ലേ, മതം മാറ്റ ഗാങ്ങിൽപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്ന, മുംബൈയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരുന്ന, UP-യിൽ ഒരുപാട് കോടികൾ വലിയ മന്ദിരങ്ങളും ഒക്കെ പടുത്തുയർത്തിയിരുന്ന ഒരാൾ. അപ്പോൾ ഈ ചെങ്കൂർ ബാബ, ജമാലുദ്ദീൻ എന്നാണ് അയാളുടെ പേര്. അയാളുമായി തന്നെ അയാളെയും നസ്രീൻ എന്ന് പറഞ്ഞൊരു സഹായിയും അന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. അയാളുമായിട്ട് ഈ ഗാങ്ങിന് ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അയാളുടെ ഗാങ്, ഈ ചെങ്കൂർ ബാബയുടേത് മറ്റേ ലവ് ജിഹാദ് തന്നെയായിരുന്നു. സ്ത്രീകളെ ഒക്കെ മതം മാറ്റാനായിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ബറേലിയിലത്തത് അബ്ദുൾ മജീദ് ഗാങ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഹിന്ദു വിദ്യാർത്ഥികൾ, ഹിന്ദുക്കളായ അധ്യാപകർ, പിന്നെ തൊഴിലില്ലാത്ത ഹിന്ദുക്കളായ യുവാക്കൾ, ഇങ്ങനത്തെ ആളുകളെയൊക്കെയാണ് ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നതെന്ന് ബറേലിയിലെ SP അൻഷിക വർമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാണാതായ പുരുഷന്മാരെ പറ്റി പിന്നെ പരാതികൾ വന്നു, ചില ആളുകളെ പറ്റി. പിന്നെ കൺവെർട്ട് ചെയ്യപ്പെട്ട, മതം മാറിയ ചില ഹിന്ദു പുരുഷന്മാരെ പറ്റിയൊക്കെ പരാതി വന്നു പോലീസിൽ. അപ്പോൾ ഈ പരാതികൾ അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ ഇതിൻ്റെ അകത്തൊരു പാറ്റേൺ കണ്ടു. അങ്ങനെയാണ് ഈ ഗാങ്ങിലേക്ക് എത്തുന്നത്. അപ്പോൾ ഫെയ്സ് നഗർ, ബറേലിയിലെ ഫെയ്സ് നഗറിലാണ് ഈ അബ്ദുൾ മജീദ്, ഈ ഗാങ്ങിൻ്റെ ലീഡർ ഉണ്ടല്ലോ, അബ്ദുൾ മജീദിൻ്റെ സ്ഥലം. 4 പേരെ അറസ്റ്റ് ചെയ്തു. അബ്ദുൾ മജീദ് 35 വയസ്സ്, സൽമാൻ റാസ 30 വയസ്സ്, മുഹമ്മദ് ആത്തിഷ് 29 വയസ്സ്, മുഹമ്മദ് ഫാഹിം 24 വയസ്സ്, മഹ്മൂദ് ബഗ് എന്ന് പറഞ്ഞ ആൾ ഒളിവിലാണ്. അപ്പോൾ സോഷ്യൽ മീഡിയ വഴി, സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയാണ് ഇവർ പരിചയപ്പെടുന്നത് ഈ ഹിന്ദു പുരുഷന്മാരുമായിട്ട്. എന്നിട്ട് പരിചയം കുറച്ച് നാൾ പോയി കഴിഞ്ഞാൽ പിന്നെ ആകർഷിക്കാനുള്ള പരിപാടികൾ തുടങ്ങുകയാണ്. മതം മാറ്റം മാത്രമല്ല, കുടുംബങ്ങൾ ദുർബലമാക്കുക, ഈ ഹിന്ദു കുടുംബങ്ങൾ ദുർബലമാക്കുക എന്നുള്ള പരിപാടി. അങ്ങനെയാണ് ഈ മയക്കുമരുന്നിനൊക്കെ അടിമയാക്കുന്നത്. അപ്പോൾ കുടുംബത്തിലൊരു തീരാ ശല്യമായി മാറുമല്ലോ, ഈ വിദ്യാർത്ഥിയാണെങ്കിലും ആരാണെങ്കിലും. അങ്ങനെ കാരണം ഒരു മയക്കുമരുന്നിന് ഡ്രഗ് അഡിക്റ്റായി മാറിക്കഴിഞ്ഞാൽ ഈ ഗാങ്ങിനോടായിരിക്കുമല്ലോ അവർക്ക് കൂടുതൽ കൂറ്. ഈ ഗാങ്ങിൽ പോയാലേ ഈ മയക്കുമരുന്ന് കിട്ടുള്ളൂ. അങ്ങനെ കുടുംബങ്ങളെ ദുർബലമാക്കല്. ഒരു ഉദാഹരണം, പ്രഭാത് ഉപാധ്യായ എന്ന് പറഞ്ഞ ആള് മതം മാറി ഹമീദായി. അയാൾ അന്ധനാണ്, സർക്കാർ സ്കൂളിൽ അധ്യാപകനാണ്, ബുലന്ദ് ഷഹർ സ്വദേശിയാണ്. അയാൾ വിവാഹമോചിതനായിരുന്നു, പ്രഭാത് ഉപാധ്യായ. അയാളെ ഇങ്ങനെ ആകർഷിച്ചു. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച ആളാണ് അയാൾ. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും പഠിച്ച ആളാണ്. അപ്പോൾ വലിയ സ്ഥലങ്ങളിലൊക്കെ പഠിച്ച ആളാണ്. ബറേലിയിൽ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ് ഇയാളെ ഈ ഗാങ് വല
ഈലാക്കുന്നത്. രണ്ടാമത്തെ ഒരു വിവാഹം കഴിപ്പിച്ച് ഇയാളുടെ വിവാഹമോചിതനാണ്, അപ്പോൾ രണ്ടാം വിവാഹം നടത്തി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ സുന്നത്തൊക്കെ ചെയ്യാനായിട്ട് പോകുന്ന സമയമുണ്ടല്ലോ മതം മാറി, അപ്പോഴാണ് പോലീസ് ചാടി വീഴുന്നത്. അങ്ങനെ മതം മാറ്റത്തിലേക്ക് ശരിക്കും ഈ സുന്നത്തൊന്നും നടന്നില്ല. അപ്പോൾ രണ്ടാമത്തെ വിവാഹം നടക്കും മുമ്പ് തന്നെ പോലീസ് എത്തി. പിന്നെ ബ്രിജ്പാൽ സിംഗ് എന്ന് പറഞ്ഞൊരാൾ അബ്ദുള്ളയായി. അത് കരേലി ഗ്രാമം ബറേലിയിൽ, 40 വയസ്സ്, അയാളും അധ്യാപകനാണ്. അയാൾക്ക് ഒരു അപകടം ഉണ്ടായി, ജോലി ചെയ്യാൻ പറ്റാതായി. അച്ഛൻ മരിച്ചുപോയി, സഹോദരി വിവാഹമോചിതയായി. അപ്പോൾ കുടുംബത്തിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ ഗാങ് പോയിട്ട് പറഞ്ഞു, ഇസ്ലാമിൽ തുല്യതയുണ്ട്, നിങ്ങളുടെ ദുരിതമൊന്നും ഇസ്ലാമിൽ പ്രശ്നമില്ല, അതിലെല്ലാത്തിനും പരിഹാരമുണ്ട്, സത്യത്തിൻ്റെ മതമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധാരണ വർത്തമാനം ഉണ്ടല്ലോ, അതൊക്കെ പറഞ്ഞു. അയാൾ ഈ ഗാങ്ങിൽപ്പെട്ട ഒരാളുടെ സഹോദരി തബാസമിനെ വിവാഹം നിക്കാഹ് ചെയ്തു കൊടുത്തു ഇയാൾക്ക്. അപ്പോൾ ഗാങ്ങിലെ ഒരാളുടെ സഹോദരി, അതുമാത്രമല്ല ഇയാൾ അമ്മയെയും സഹോദരിയെയും ഒക്കെ ഇസ്ലാമിലേക്ക് മതം മാറ്റി. ഇതിനെ തുടർന്ന് ഇസത്ത് നഗറിലെ ഒരു 17 വയസ്സുള്ള ബികോംകാരനെ അയാൾ ബാർബർ ഷാപ്പിൽ ഈ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട്, മുടി വെട്ടുന്നുണ്ട്. അപ്പോൾ കൂടെയുള്ളൊരു ബാർബർ ഇയാൾക്ക് ഡ്രഗ് ഒക്കെ കൊടുത്ത് മയക്കുമരുന്നെല്ലാം സപ്ലൈ ചെയ്ത് ഇയാളെയും കൺവെർട്ട് ചെയ്യാനായിട്ട് നോക്കി. ഇയാളുടെ സുന്നത്തിന് മുമ്പ് പോലീസ് പിടികൂടി. അങ്ങനെ ആ മതം മാറ്റം തടഞ്ഞു എന്ന് പറയാം അയാളുടെ. എന്നിട്ട് പോലീസ് ഇവരുടെ ഒക്കെ വീടുകളൊക്കെ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. 100 സ്ത്രീകളുടെ ചിത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇവരിങ്ങനെ ആകർഷിക്കുന്നതേ വിവാഹം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. മൊബൈൽ ഫോണുകൾ കിട്ടിയിട്ടുണ്ട്, അതിൽ നിന്ന് എൻക്രിപ്റ്റഡ് ചാറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്, ഫേക്ക് ഐഡിയിലുള്ള കാർഡുകൾ കിട്ടിയിട്ടുണ്ട്, ബാങ്ക് പാസ്ബുക്കുകൾ കിട്ടിയിട്ടുണ്ട്, പിന്നെ സിം കാർഡുകൾ, വ്യാജ വിലാസങ്ങളിലൊക്കെയുള്ള സിം കാർഡുകൾ, പിന്നെ വിവാഹ സർട്ടിഫിക്കറ്റുകൾ, മതം മാറ്റ രേഖകൾ, ഇതൊക്കെ. പിന്നെ ഈ സെഡേറ്റീവ്സ് ഇല്ലേ, മയക്കുമരുന്ന്, അത് ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. പില്ലുകൾ തുടങ്ങിയ സംഗതികളൊക്കെ റെയ്ഡിൽ കിട്ടിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ബറേലി ഗ്യാങ് എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന ഒരു മുന്നേറ്റമല്ലേ നടത്തിയത്? കാരണം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ലവ് ജിഹാദിൻ്റെ വേറൊരു വേർഷൻ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നു. സ്വാഭാവികമായിട്ട് ഇവരുടെ വലയിൽ പുരുഷന്മാർ കുടുങ്ങാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നല്ലോ. അതെ, ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ദുർബലരായ ആളുകൾ ഇവര് ചാറ്റിലൊക്കെ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഇവരുടെ സങ്കടമൊക്കെ പങ്കുവയ്ക്കുമല്ലോ. അതെ അതെ, ആ സങ്കടം അതേ അളവിൽ പിടിച്ചെടുത്തിട്ട് മാറ്റാനുള്ളതാണ്. നമ്മളിടയ്ക്ക് വേറെ ചില ഗ്രൂമിങ് ഗാങ്ങുകൾ ബ്രിട്ടനിലൊക്കെ തന്നെ ഇവിടെ ഇന്ത്യയിലും വടക്കേ ഇന്ത്യയിലും ഗ്രൂമിങ് ഗാങ്ങുകൾ ഹിന്ദുക്കളായ 13, 14 വയസ്സുള്ള കുട്ടികളെയൊക്കെ ഇങ്ങനെ വശീകരിക്കുന്നതും ഒക്കെ നമ്മൾ ഗ്രൂമിങ് ഗാങ്ങുകളെ പറ്റിയൊക്കെ 10-200 പെൺകുട്ടികളെയൊക്കെ ഗ്രൂം ചെയ്ത ഒരു കഥയൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രൂമിങ് ഗാങ്ങുകൾ, പിന്നെ ഇതുപോലെ ഇപ്പം രണ്ടാമത്തെ ഭാഗം ലവ് ജിഹാദിൻ്റെ പുരുഷന്മാരെ ബറേലി ഗാങ് എന്ന് പറഞ്ഞിട്ട് അതിന് പിന്നെ നെറ്റ്വർക്ക് ഉണ്ടാവുക. ഇപ്പോൾ ഇത്രയും സംസ്ഥാനങ്ങൾ, 14 സംസ്ഥാനങ്ങൾ, 20 നഗരങ്ങൾ എന്ന് പറയുമ്പോൾ മറ്റേ ഗ്രൂമിങ് ഗാങ്ങുകൾക്കും വിദേശത്ത് നിന്ന് ഫണ്ട് ഉണ്ടായിരുന്നു എന്ന് കണ്ടിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ആഗോള അജണ്ടയുടെ ഭാഗമായിട്ട് വരികയാണ്. കാരണം 2047 ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കണം എന്ന് ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ ലക്ഷ്യമുണ്ടല്ലോ. ആ ലക്ഷ്യത്തിന് പല മാർഗങ്ങൾ തേടുമല്ലോ. അതാണ്. അപ്പോൾ ആ പല മാർഗങ്ങൾ തേടുന്നതിൽ ഒരു പുതിയ മാർഗമായിട്ടാണ് ഈ ബറേലി ഗാങ്ങിൻ്റെ കഥ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇവരെയൊക്കെ കണ്ടുപിടിച്ച് അത് ഇല്ലായ്മ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം. ഇപ്പോൾ ഉത്തർപ്രദേശിലായതുകൊണ്ടായിരിക്കില്ല ഇവർ പെട്ടെന്ന് പിടിയിലായത്. മറ്റൊരു സ്റ്റേറ്റിലായിരുന്നെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് അനുകൂല ഭരണമൊക്കെ നടത്തുന്ന ഒരു സ്റ്റേറ്റാണെങ്കിൽ വലിയ പിന്തുണയൊക്കെ ചിലപ്പം കൊടുത്തുവിടായിരിക്കും. അതെ അതെ, അതിപ്പോൾ നമ്മൾ ഉത്തരാഖണ്ഡിലൊക്കെ നോക്കിയാൽ അറിയാം. ഉത്തരാഖണ്ഡിൽ അടുത്ത കാലത്ത് മറ്റേ ഈ കൺവട്ട് യാത്രയുണ്ടല്ലോ, വെള്ളം ചുമന്ന് ശിവക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്ന ഈ കമ്പട്ട് യാത്രയുടെ സമയത്ത് ഒരുപാട് സന്യാസിമാരുണ്ടല്ലോ, വ്യാജ സന്യാസിമാര്, ഹരിദ്വാർ പോലുള്ള സ്ഥലങ്ങളിലുമൊക്കെ പിടിച്ചു നോക്കിയപ്പോഴാണ് അബ്ദുൾ ജബ്ബാർ എന്നൊക്കെയാണ് ഈ സന്യാസിയുടെ ഒക്കെ പേര്. അപ്പോൾ ഉത്തരാഖണ്ഡ് പോലുള്ള പല സ്ഥലങ്ങളിലും ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇല്ലേ, പ്രതിരോധ കേന്ദ്രങ്ങളൊക്കെ
ഈ കാട്ടുപ്രദേശമൊക്കെ പ്രതിരോധത്തിന്റെ ഡിഫൻസ് വകുപ്പിന്റെ സ്ഥലങ്ങളായിരിക്കും. അവിടെയൊക്കെ ശവക്കല്ലറകളൊക്കെ പുതുതായിട്ട് പൊട്ടിമുളയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് ശവക്കല്ലറകൾ പൊട്ടിമുളച്ചിട്ട് ഇത് വഖഫിൽ കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ. ഇതൊക്കെ ഉത്തരാഖണ്ഡില് ധാരാളമായിട്ട് അവസാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പലതരത്തിലാണ് ഇത് പ്രത്യക്ഷപ്പെടുന്നത്. ആ പ്രത്യക്ഷങ്ങളിൽ ഒന്നാണ് ഈ ബറേലി ഗാങ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.